വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ചെയ്യാൻ പോവുകയാണ്. എസ്പെഷ്യലി ഹീലിംഗ് വേണ്ട വ്യക്തികൾ, ഇന്ന് നിങ്ങളൊരു രോഗസൗഖ്യത്തെ പ്രാപിക്കാൻ വേണ്ടി തയ്യാറാകുക. കർത്താവ് നിങ്ങളെ ഇന്ന് സൗഖ്യമാക്കാൻ പോവുകയാണ്. ഇമോഷണൽ ഹീലിംഗ് നടക്കാൻ പോവുകയാണ്, മെന്റൽ ഹീലിംഗ്, അപ്പോൾ തന്നെ ഫിസിക്കൽ ഹീലിംഗ് നടക്കാൻ പോവുകയാണ്, ക്യാൻസർ സൗഖ്യമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ബൈബിളിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. ബൈബിളിൽ നടന്നിരിക്കുന്ന കഥകൾ വീണ്ടും ആവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിശ്വസിക്കാം. ഇന്ന് വലിയ ഹീലിങ്സ് നടക്കാൻ പോവുകയാണ്. അത് വേണ്ടവർ ഈ സമയത്ത് സ്ക്രീനിലേക്ക് കരം നീട്ടുക. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് റിവർ ഈ എപ്പിസോഡിന്റെ തുടക്കം മുതൽ ഫ്ലോ ആയിട്ട് കർത്താവെ, വചനം സംസാരിക്കുമ്പോൾ പോലും ഹീലിംഗ് കർത്താവെ അങ്ങയുടെ വചനത്തിലൂടെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഇലൈറ്റ് സ്പോൺസറിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വെൽവിഷർ ഫ്രം എറണാകുളം, താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഈ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി സിസ്റ്ററിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകന്റെ ആൻസൈറ്റി ആൻഡ് ഇമോഷണൽ ഇഷ്യൂ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ ഹെപ്പറ്റൈറ്റിസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. മകന്റെ പ്രായത്തിനനുസരിച്ച് പെരുമാറുവാൻ വേണ്ടി വലിയൊരു പക്വത മകന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വലിയ പ്രവൃത്തികൾ ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ച എല്ലാവരുടെ മേൽ ഒരു വലിയ രോഗസൗഖ്യത്തിന്റെ വലിയൊരു ഇമ്പാർട്ടേഷൻ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ സൗഖ്യങ്ങൾ നടക്കാൻ പോവുകയാണ്. ടെസ്റ്റിമണീസ് ദയവായി നിങ്ങൾ ഈ സമയത്ത് ലൈവ് ചാറ്റിൽ ഇടുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ബ്ലെസ്സിംഗ് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സാക്ഷ്യങ്ങൾ മോർണിംഗ് ഗ്ലോറിയിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. കർത്താവ് അതിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. ആമേൻ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അനേകർക്ക് ഒരു അനുഗ്രഹമാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. അപ്പോൾ തന്നെ നവംബർ 8, 9 തീയതികളിൽ നമുക്കൊരു വിമൻസ് കോൺഫറൻസ് നടക്കുന്നു. അതിലേക്ക് എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ സഹോദരിമാരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. സിസ്റ്റർ ഷമ ഡാമിന്റെ ലീഡർഷിപ്പിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. വി ഹാവ് പവർഫുൾ ഗസ്റ്റ് സ്പീക്കേഴ്സ്, വർഷിപ്പ് ലീഡേഴ്സ്. ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. സോ അതിനുവേണ്ടി വലിയ പ്രതീക്ഷയോടെ രജിസ്റ്റർ ചെയ്യുക, കടന്നു വരിക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും, ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുക്കി പോകേണ്ടവരല്ല. മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ 2024 വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ 8th and 9th അറ്റ് ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ നവംബർ 8th and 9th at Blessing Today International Church and we will see you there. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. എന്തെങ്കിലും അസുഖമോ സന്തോഷക്കുറവോ സങ്കടമോ ഉണ്ടെങ്കിൽ കർത്താവ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. നമുക്കുള്ളതെല്ലാം കർത്താവിൽ നിന്നാണ് വരുന്നത്. എല്ലാം അങ്ങോട്ടാണ്, കർത്താവിലേക്കുമാണ് പോകുന്നത്. നമ്മുടെ ബന്ധം അവിടെ നിന്നാണ്, അവിടേക്കാണ് നമ്മുടെ ബന്ധം. ഞാൻ ഇന്നലെ
ഒരു പുതിയ കാര്യം പറയാൻ തുടങ്ങി. പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവൈൻ പ്രോസ്പെരിറ്റി. ദൈവികമായ, ദൈവത്തിൽ നിന്നുള്ള അഭിവൃദ്ധിയുടെ തത്വങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഓരോ പീസായിട്ട് ഞാൻ ഓരോ ദിവസവും സംസാരിക്കും. കുറച്ച് ദിവസങ്ങൾ ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യും. ഇതിനിടയിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, യു ഹാവ് ടു വൗച്ച് മീ, യു ഹാവ് ടു പ്രോമിസ് മീ ദാറ്റ് യു വിൽ വാച്ച് എവ്രി ഡേ ഡ്യൂറിങ് ദി സീരീസ്. ഒരു ദിവസം മുടങ്ങരുത്, എല്ലാ ദിവസവും എഴുതിയെടുക്കണം. ചിലത് കേൾക്കുമ്പോൾ ഒത്തിരി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തോന്നിയാലും ചുമ്മാ കേൾക്കുക. ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്നുള്ളത് ബൈബിൾ വചനങ്ങൾ നോക്കി തട്ടിച്ച് നോക്കി അവരവരായി കണ്ടെത്തുക. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയും, പെട്ടെന്ന് കേൾക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യ എന്തോ പോലെയൊക്കെ തോന്നും. പക്ഷേ എനിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ. പക്ഷേ ഐ സ്റ്റാർട്ടഡ് സെർച്ചിങ് ആൻഡ് റിസർച്ചിങ്. അങ്ങനെ കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒത്തിരി പേർക്കും ദൈവികമായ അഭിവൃദ്ധിയെക്കുറിച്ച് ഭയങ്കരമായ തെറ്റിദ്ധാരണകളുണ്ട്. അഭിവൃദ്ധി എന്നുള്ള വാക്ക് കേൾക്കുന്നത് തന്നെ ചിലർക്ക് അലർജിക്കാണ്, അവർ ഇറിറ്റേറ്റഡ് ആകും. അത് അഭിവൃദ്ധിയുടെ സുവിശേഷമാണെന്ന് പറയും. പക്ഷേ നിഷ്പക്ഷമായി, മുൻവിധിയില്ലാതെ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, എന്നിട്ട് ഏറ്റവും അവസാനം ഒരു തീരുമാനം എടുത്താൽ മതി, വേണോ വേണ്ടയോ. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ വചനം പഠിക്കുന്നതിൽ ദയവായി സഹകരിക്കണം. ഇന്നലെ 1-2 വചനങ്ങൾ നമ്മൾ വായിച്ചു. നമ്മളതിനു മുമ്പ് യേശു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. യേശു ജനിച്ചപ്പോൾ തന്നെ ചില ദ മേജായ് ഫ്രം ദ ഈസ്റ്റ്, കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ, വിദ്വാൻമാർ വന്ന് പൊന്ന്, കുന്തിരിക്ക, മൂര് എല്ലാം സമർപ്പിച്ചു. അതുതന്നെ കണക്കാക്കപ്പെടുന്നത് ഒരു ഹ്യൂജ് എമൗണ്ടിൻ്റെ കാഴ്ചകളാണ് അവർ ഇത്രയും ദൂരെ നിന്ന് വന്നിട്ട് കൊടുത്തതെന്നാണ്. അതിൻ്റെ ശരിയായ കണക്കുകളൊന്നും ഞാനിവിടെ പറയുന്നില്ല. മില്യൺസ് ഓഫ് ഡോളർ വർത്ത് ഗിഫ്റ്റുകളാണ് അവിടെ കൊണ്ടുവന്നത് എന്നാണ് പറയപ്പെടുന്നത്. അത് പിന്നീട് അതിൻ്റെ ചെലവുകൾക്ക്, യാത്രകൾക്ക്, പലതിനൊക്കെ ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. എനിവേ, ഇത്രയും ദൂരം താണ്ടി ഇവർ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് പോലെ സാധാരണ ഇപ്പോൾ കടകളിൽ ചെന്നാൽ പുതുതായി ന്യൂ ബോൺസ് ആയിട്ടുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ചില പാക്കറ്റുകളൊക്കെ ഉണ്ട്. അതിൽ ഒരു ചെറിയൊരു ഷാംപൂ, അല്പം പൗഡർ, കുട്ടിയുടുപ്പ്, ചെറിയ സോക്സ്, കയ്യിലിടുന്ന ഗ്ലൗസ്, ഇതെല്ലാം വേണ്ടി ചെറിയ ഒരു ബേബി പാക്കേജ് കിട്ടും. ഒരു കുഞ്ഞിനെ, പുതുതായിട്ട് ജനിച്ച കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അതുപോലുള്ള സാധനങ്ങളുമായിട്ടല്ല അന്ന് അവർ വന്നു. വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ട് they were costly. In those days they were costly items. അവിടെ മുതൽ യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം തൻ്റെ മിഷൻ തീർക്കാൻ, തൻ്റെ ജീവിതം എന്തിനു വേണ്ടി ഇവിടെ ജീവിച്ചു, അത് തീർക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം സപ്ലൈ ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും യേശു വലിയൊരു കൊട്ടാരത്തിനകത്ത് ധനാഢ്യനായി വലിയ ഒരു രാജാവിനെ പോലെ അങ്ങനെയൊന്നും യേശു ജീവിച്ചില്ല. തീർച്ചയായിട്ടും ലളിത ജീവിതമായിരുന്നു. എന്നാൽ തൻ്റെ മിഷൻ പൂർത്തിയാക്കാൻ ആവശ്യമായതിൻ്റെ സപ്ലൈ ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊക്കെയാണ് വരാൻ പോകുന്നത്. സങ്കീർത്തനം 1-1 മുതൽ 3 വരെ ഇന്നലെ നമ്മൾ വായിച്ചു. എൻ്റെ അവസാനം പറയുന്നത് whatever they do prospers. അവർ ചെയ്യുന്നതെല്ലാം അഭിവൃദ്ധിപ്പെടും. അപ്പൊ ദൈവത്തിൻ്റെ അവിടെ പറയുന്നുണ്ട് ആദ്യമേ, പാപവഴികളെ വിട്ട് ദൈവവചന പ്രകാരം ജീവിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ചെയ്യുന്നവരുടെ അവരെന്ത് ചെയ്താലും അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരിക്കും. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 8 ആണ്. അത് നമ്മൾ വായിച്ചു. ജോഷുവോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, യു വിൽ മേക്ക് യുവർ വേ പ്രോസ്പറസ് ആൻഡ് ദെൻ യു വിൽ ഹാവ് ഗുഡ് സക്സസ്. നിനക്ക് ജീവിതത്തിൽ നിൻ്റെ വഴികളിലൊക്കെ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകും. കൂടാതെ വലിയൊരു വിജയം നിൻ്റെ എത്ര പേർക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്? ജീവിത വിജയം കൈവരിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹൗ മെനി ഓഫ് യു റിയലി വാണ്ട് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്? ഞാൻ അതിൻ്റെ കീസാണ് പറയാൻ പോകുന്നത്. എൻ്റെ ആശയങ്ങളല്ലപ്പാ, എൻ്റെ ആശയങ്ങളല്ല. ഐ ആം ടോക്കിംഗ് അബൌട്ട് ഡിവൈൻ പ്രോസ്പെറിറ്റി ആൻഡ് ഡിവൈൻ സക്സസ്. വേൾഡ്ലി അല്ല, ഗോഡ്ലി. ഐ ആം ടോക്കിംഗ് അബൌട്ട് ഡിവൈൻ, നോട്ട് ഹ്യൂമൻ.
ദൈവികമായ ഒരു അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകാനായിട്ട് വചനത്തിൽ നിന്ന് എന്താണ് അവിടെ തന്നെ പറയുന്നുണ്ട്. ജോഷുവയോട് പ്രത്യേകിച്ച് പറയുന്നത്, ഈ ന്യായപ്രമാണത്തിൽ വചനം നിന്റെ വായിൽ നിന്നും മാറരുത്. എൻ്റെ അർത്ഥം, യു ഹാവ് ടു ഓൾവേസ് ടോക്ക് ദ വേർഡ്. ദെൻ യു ഹാവ് ടു അത് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ഇല്ലേ? ധ്യാനിക്കണം. ദെൻ പറയുന്നു, യു മേ ഒബ്സർവ് ഇറ്റ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു വാക്ക് ദ ടോക്ക്. എന്താണോ സംസാരിക്കുന്നത് അതനുസരിച്ച് നീ ജീവിക്കണം. ഇത്രയും ചെയ്താൽ യു വിൽ മേക്ക് യുവർ വേ പ്രോസ്പറസ്. നിന്റെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവും. അടുത്തൊരു വചനം നമ്മൾ വായിക്കാൻ പോവുകയാണേ. Psalm 35 verse number 27, 35-ാം സങ്കീർത്തനം 27-ാമത്തെ വചനത്തിൽ, let them shout for joy and be glad. അപ്പൊ അവര് ഉച്ചത്തിൽ അവര് സന്തോഷിക്കട്ടെ, and be glad, ആനന്ദിക്കട്ടെ. who favor my righteous course. And let them say continually, അവർ തുടർമാനമായി പറയട്ടെ, let the Lord be magnified, who has pleasure in the prosperity of his servant. തൻ്റെ ദാസന്റെ അഭിവൃദ്ധിയിൽ പ്രസാദിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവം. ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നിരിക്കുന്നത് 1994 ജോൺ ഓസ്റ്റിൻ എന്ന ദേവദാസൻ ഡൽഹിയിലെ ടാൽക്കറ്റോറ സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ, ആദ്യത്തെ എൻ്റെ ഡൽഹി യാത്രയാണ് അന്ന്, അദ്ദേഹമാണ് ഈ വചനം ആദ്യമായി പറഞ്ഞ്, ഞാൻ അത് വായിച്ചു കാണും, പക്ഷെ ശ്രദ്ധിച്ചതെന്നാണ് ഈ ബൈബിളിലെ ഈ വചനം. ഇവിടെ പറയുന്നത്, ലെറ്റ് ദ ലോർഡ് ബി മാഗ്നിഫൈഡ് ഹു ഹാസ് പ്ലഷർ ഇൻ ദ പ്രോസ്പെരിറ്റി ഓഫ് ഹിസ് സെർവന്റ്. തൻ്റെ ദാസന്റെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. അതിൻ്റെ അർത്ഥം, ഒരു ദൈവത്തിൻ്റെ പൈതൽ, ഒരു ദൈവത്തിൻ്റെ ദാസൻ, ഒരു ദൈവത്തിൻ്റെ ദാസി, ഒരു ദൈവത്തിൻ്റെ കുഞ്ഞ്, ആ വ്യക്തി അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ അതിൽ പ്രസാദിക്കുന്നൊരു ദൈവമുണ്ട്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലഷർ, ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ദാറ്റ് വി ബി പ്രോസ്പറിങ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവം അതിൽ പ്രസാദിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇത് വചനമല്ലേ? Now, ചില വചനങ്ങൾ, ചിലർ പറയും അത് പഴയ നിയമമല്ലേ ബ്രദറെ, പഴയ നിയമത്തിൽ എപ്പോഴും ഈ ഭൗതികമായ പ്രോസ്പെരിറ്റിക്കായിരുന്നു ഈ എംഫസിസ്, അതല്ലാതെ ആത്മീയമായ കാര്യങ്ങൾക്കല്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീയ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം, അവിടെ ഭൗതികത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇങ്ങനെ ഞാൻ വ്യക്തമായ ചില ബൈബിൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. But let me tell you something. ചില പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന പുതിയ നിയമമായാലും പഴയ നിയമമായാലും മാറാതെ നിൽക്കും. ഈ പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പുണ്ട്. അതായത് പഴയ നിയമത്തിൽ അധികം എംഫസിസ് എന്ന് പറയുന്നത് ഒരു ലാൻഡ്, ആ ഭൗതികമായ അനുഗ്രഹങ്ങൾ, നല്ല നല്ല വീടുകൾ, നല്ല സൗകര്യങ്ങൾ, പാലും തേനും ഒഴുകുന്ന ഒരു നാട്, ഇങ്ങനെ ഭൗതികമായൊരു രാജ്യം, അതിനാണ് എംഫസിസ് എന്നുള്ളത് സത്യമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ എംഫസിസ് എന്ന് പറയുന്നത് എന്തിനാണ്? ആത്മീയ കാര്യങ്ങൾക്കാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട് അവിടെ. ആത്മീയമായ കാര്യങ്ങളിൽ നല്ല ഒരു അനുഗ്രഹവും കാര്യങ്ങളും ദൈവമായിട്ടുള്ള അലൈൻമെൻറ്റും ശരിയായാൽ ഭൗതികമായത് പുറകെ വരും. അങ്ങനൊരു കുഴപ്പമുണ്ട്. അതാണ് മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ വചനത്തിൽ പറയുന്നത്, മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിപ്പിന്, അതോടുകൂടി ഇതെല്ലാം കിട്ടും. അപ്പം അത് കിട്ടിയാൽ ഇതും കിട്ടും. ഏതാണ് കിട്ടുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 6-25 മുതൽ താഴേക്ക് പറയുന്നൊരു ലിസ്റ്റുണ്ട്. നിങ്ങൾക്ക് ഉടുപ്പ്, ആഹാരം, വെള്ളം തുടങ്ങി ബേസിക് നീഡ്സ് ഓഫ് ലൈഫ് എന്തെല്ലാം ആവശ്യമാണ് അതെല്ലാം കിട്ടും. എപ്പോൾ? മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുമ്പോൾ. എന്ന് വെച്ചാൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പുറകെ വരും. സങ്കീർത്തനങ്ങൾ 23-ാമത്തെ വചനത്തിൽ പറയുന്ന, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നീ നന്മയെയും കരുണയെയും പിന്തുടരേണ്ട ആവശ്യമില്ല. അങ്ങനെ പിന്തുടർന്നാൽ മരീചികയെ നോക്കി ഓടി 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 ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ആ ഓടുന്നവൻ ആ മരുഭൂമിയിൽ മരിച്ചു വീഴുന്നത് പോലെയാണ്. എന്നാൽ
ഹലോ, സങ്കീർത്തനങ്ങൾ 23 ആദ്യം പറയുന്നത് കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. സോ ഹി ഈസ് ലുക്കിംഗ് ടു ദ ഷെപ്പേർഡ്. എൻ്റെ ഷെപ്പേർഡ് ആരാ? ഇത് പറയുന്ന ആളൊരു ഷെപ്പേർഡായിരുന്നു. ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിശ്വാസം ഈ പാട്ട് എഴുതുന്നത്. ഒരു 6 വരികൾ അല്ലെങ്കിൽ സ്റ്റാൻസ് എന്താന്ന് വെച്ചാൽ ഈ ലിറിക്സ് ഒക്കെ എഴുതുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുവാണ്, ഒരു പക്ഷേ തൻ്റെ ആടുകളെ, അപ്പൻ്റെ ആടുകളെ എല്ലാം ഒരു സ്ഥലത്ത് മേയിക്കാൻ വിട്ട ശേഷം പുള്ളി ഒരു കുന്നിൻ ചെരുവിൽ ഇരുന്നുകൊണ്ട് ഇത് നോക്കുമ്പോൾ ഐ ആം എ ഷെപ്പേർഡ്, ഇതെല്ലാം എൻ്റെ ആടുകളാണ്. അതിനൊരു ആവശ്യമുണ്ടെങ്കിൽ ആരാ ചെയ്യുന്നത്? ഞാനാ ചെയ്യുന്നത്. ഞാനല്ല ഈ ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി സ്വസ്ഥതയുള്ള സ്റ്റിൽ വാട്ടേഴ്സിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സ്റ്റിൽ വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ആടുകൾക്ക് തിരമാലകളുള്ള ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുന്നത്, ഒരു വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ പറ്റില്ല. സ്റ്റിൽ വാട്ടേഴ്സിൽ നിന്ന് മാത്രമേ ആടുകൾ കുടിക്കാൻ പറ്റൂ. അതറിയാമോ? അതിന് കാരണം അതിൻ്റെ ഈ വായും മൂക്കും വളരെ അടുത്താണ്. അതുകൊണ്ട് അത് കുടിക്കണമെന്നുണ്ടെങ്കിൽ അനങ്ങാത്ത വെള്ളം മാത്രമേ ഇതിന് കുടിക്കാൻ പറ്റൂ ആടുകൾക്ക്. ഓളം വെട്ടുന്നതാണെങ്കിൽ അതിൻ്റെ മൂക്കിലൂടെ എല്ലാം പോവും. അതുകൊണ്ടാണ് സ്റ്റിൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അത് ദാവീദ് ആ ആടുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന, അവൻ്റെ കയ്യിൽ വടിയും കോലും ഉണ്ട്. അവൻ തന്നെ ഈ ആടുകളെ എണ്ണ തേപ്പിക്കും. എന്തിനെന്ന് ചോദിച്ചാൽ ഈ ഇൻസെക്ട്സ്, ക്ഷുദ്രജീവികളൊക്കെ കടിക്കാതിരിക്കാൻ പ്രത്യേകമായി എണ്ണ ഇടയന്മാർ പുരട്ടും. അതിൻ്റെ സ്മെല്ല് കൊണ്ട് അതിനെ റിപ്പൽ ചെയ്ത് കളയും. സോ അവിടെ പറഞ്ഞിട്ടുള്ള എല്ലാം താൻ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അത് തിരിച്ച് താൻ ചിന്തിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവം എൻ്റെ ഇടയനാണ്. ആ ഇടയൻ, ഞാൻ എൻ്റെ ആടുകൾക്കുണ്ട് അതിൻ്റെ ഫുഡ്, ഗ്രാസ്, പിന്നെ വെള്ളം, ഇതെല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നു. അതുപോലെ എൻ്റെ കാര്യങ്ങൾ കർത്താവ് നോക്കില്ലേ? ഈസ് മൈ ഷെപ്പേർഡ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. ഇതാണ് ദാവീദ് അവിടെ പറയുന്നത്. സോ ഞാനിത് പറയാൻ കാരണം, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. കാരണം ഐ ആം ഫോളോയിങ് മൈ ഷെപ്പേർഡ്. ഈ ആടുകളെല്ലാം എൻ്റെ പുറകെ വരുന്നത് കൊണ്ടാണ് അവയ്ക്ക് ഇതെല്ലാം കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ അവൻ്റെ കൈക്കലെ ആടാണ്. ഐ ആം ഹിസ് ഷീപ്പ്, ഹീസ് മൈ ഷെപ്പേർഡ്. ആ റിലേഷൻഷിപ്പിൽ എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടും. 2 Chronicles chapter 20 verse number 20. 2 ദിനവൃത്താന്തി 20:20. So they rose early in the morning and went out into the wilderness of Tekoa. And as they went out, Jehoshaphat stood and said, "Hear me, O Judah, and you inhabitants of Jerusalem. Believe in the Lord your God, and you shall be established. Believe his prophets, and you shall prosper." Hey, believe in the Lord your God. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവിൽ വിശ്വസിക്കാദ്യം. And you will be established. നിങ്ങൾ അവിടെ ഉറപ്പിക്കപ്പെടും, സ്ഥാപിക്കപ്പെടും. Believe his prophets. അവൻ എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകന്മാരെ വിശ്വസിക്കും. പഴയ നിയമത്തിൽ വളരെ, പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷ ചെയ്തിരുന്ന ശുശ്രൂഷക വിഭാഗമാണ് പ്രവാചകന്മാർ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ, 5 വിധ ശുശ്രൂഷകരാണ് പ്രധാനമായിട്ട് 5-fold മിനിസ്ട്രി നമ്മൾ സാധാരണ പറയാം. എന്നാൽ പഴയ നിയമത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്ന ഒന്ന് പ്രോഫറ്റ്സ് ആണ്. ദെൻ ജഡ്ജസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ദെൻ കിങ്സ് ഉണ്ടായിരുന്നു, പ്രീസ്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായും കിങ്സ്, പ്രീസ്റ്റ്സ്, പ്രോഫറ്റ്സ്, ഇതാണ് പ്രധാനമായ 3 ശുശ്രൂഷകർ പഴയ നിയമത്തിൽ. അപ്പം അന്ന് ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരിൽ നിങ്ങൾ വിശ്വസിക്കും, അല്ലെങ്കിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷകരിൽ നിങ്ങൾ വിശ്വസിക്കും. ഞാൻ ഏതെങ്കിലും പ്രോഫിറ്റ്സിനെ കുറിച്ചല്ല പറയുന്നത്, ദൈവം എഴുന്നേൽപ്പിക്കുന്നവർ. ആൻഡ് യു ഷൽ പ്രോസ്പർ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അഭിവൃദ്ധിപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. നെഹെമ്യായ ചാപ്റ്റർ 2 and verse number 20 അവിടെ പറയുന്നത്, നെഹെമ്യാവിൻ്റെ പുസ്തകം 2:20. So I answered them and said to them, the God of heaven himself will prosper us.
സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കുന്നതാണ് മലയാളത്തിൽ പല സ്ഥലത്തും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകും. He will prosper us. He will prosper us. ഇനി 3 John verse 2, യോഹന്നാന്റെ 3-ാം ലേഖനത്തിന്റെ 2-ാം വചനം. Beloved, I pray that you may prosper in all things and be in health just as your soul prospers. അവിടെ പറയുന്നത് പ്രിയനായ ആ ആളോട് എഴുതുകയാണ്, ഞാൻ നിനക്ക് വേണ്ടിയുള്ള ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിൽ ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ നിന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഇംഗ്ലീഷിൽ ഒന്ന് നോക്കി, ഐ പ്രേ ദാറ്റ് യു ആരാണ്? യുവർ സ്പിരിറ്റ്, ബിക്കോസ് യു ആർ എ സ്പിരിറ്റ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, യു ആർ എ സ്പിരിറ്റ്, മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ് ആൻഡ് ബി ഇൻ ഹെൽത്ത് ബോഡി. നിന്റെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാകണം. ജസ്റ്റ് ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ് എന്ന് വെച്ചാൽ യുവർ സോൾ, നിന്റെ ദേഹി, നിന്റെ പ്രാണൻ അല്ലെങ്കിൽ നിന്റെ മനസ്സ്, അതും അഭിവൃദ്ധിപ്പെടുന്നത് പോലെ. അപ്പോൾ ഇവിടെ 4 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന് സ്പിരിറ്റ്, 2 പ്രോസ്പർ ഇൻ ഓൾ തിങ്സ്, ദാറ്റ് മീൻസ് that shows the material things, നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള മെറ്റീരിയൽസ്. ദെൻ ബോഡി, ദെൻ സോൾ. ഇവിടെ കാണുന്നത് സ്പിരിറ്റ്, സോൾ, ബോഡി പ്ലസ് ഓൾ തിങ്സ്, ഓൾ ദ മെറ്റീരിയൽ തിങ്സ് ദാറ്റ് യു നീഡ്. ഇതിലെല്ലാറ്റിലും ഒരു പ്രോസ്പെറിറ്റി ഉണ്ടാകണമെന്നാണ് ഗായസ് എന്ന് പറയുന്ന ആളോടാണ് എൻ്റെ ഓർമ്മശരിയാണ് ഇത് എഴുതുന്നത്. അദ്ദേഹത്തോട് പറയുകയാണ്, പ്രിയനായ ഗായസ്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഇതാണ്, നിന്റെ ആത്മാവ്, നിന്റെ ശരീരം, നിന്റെ ദേഹി, അതുപോലെ തന്നെ എല്ലാ ഏരിയകളിലും നിനക്കൊരു പ്രോസ്പെറിറ്റി ഉണ്ടാകണം. ഇത് പുതിയ നിയമമാണോ പഴയ നിയമമാണോ? പുതിയ നിയമത്തിൽ നമ്മളിത് വ്യക്തമായി കാണുന്നു. സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം തൻ്റെ ഭക്തന്മാർ, തൻ്റെ ദാസന്മാർ അഭിവൃദ്ധിപ്പെട്ട് കാണണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം നന്നായി കാണണമെന്ന് നമുക്ക് ആഗ്രഹം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പനമ്മമാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, മക്കൾ നന്നാകണമെന്ന് ആഗ്രഹമില്ലേ? അതുപോലെ ദൈവത്തിന് നമ്മൾ നന്നായി കിടക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ അതിന് വിരോധമായി പലതും സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല. പലപ്പോഴും നമ്മുടെ മിസ്റ്റേക്കും ഇവിടെയുള്ള എക്കോണമിയിലും ഇവിടെയുള്ള പല കാര്യങ്ങളിലുമുള്ള തകർച്ചയാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറയാവുന്നത് പോലെയുള്ള ഈ സഹോദരി സഹോദരന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി, യുവതി യുവാക്കന്മാർക്കായി, പ്രായമുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കരം വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു ജീസസ്. ആരുടെയോ സിവിയർ ഷോൾഡർ പെയിൻ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കിയാണ്. ഷോൾഡർ പെയിൻ മാറട്ടെ. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ളത്, ചിലപ്പോൾ ക്യാൻസർസ് ആകണമെന്നില്ല ഡയഗ്നോസ് ചെയ്ത്, പക്ഷെ ബ്രസ്റ്റിലുള്ള ചില ലംബുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ബ്ലീഡിങ് നിൽക്കട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ ഈ ആമാശയം, സ്റ്റൊമക്കിനോടനുബന്ധിച്ചുള്ള ചില പ്രയാസങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. കൈകൾ നീട്ടിപ്പിടിക്കുമ്പോൾ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു, എവിടെയാണ് ആവശ്യം അവിടെ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കുക. ഈ മേശപ്പുറത്ത് കുറേ പുസ്തകങ്ങൾ എല്ലാ ദിവസവും ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് ആമസോണിൽ നിന്നും കരസ്ഥമാക്കാം. വായിക്കുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.
നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങിപ്പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ 2024 വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ 8th and 9th അറ്റ് ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there.